അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന കണ്ണിയെന്നാരോപിച്ചാണ് വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ഡെൽറ്റ സംഘം പിടികൂടിയത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതിയായ മസൂദ് അസറിനെ ട്രംപ് മദുറോയെ പിടികൂടിയ പോലെ തടവിലാക്കണമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ആഹ്വാനം. അസദുദ്ദീൻ ഒവൈസിയെ പോലുള്ള രാഷ്ട്രീയ നേതാക്കളും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ നയമല്ല ഇന്ത്യയുടേത്. സോഷ്യൽ മീഡിയ ആഹ്വാനങ്ങളോ രാഷ്ട്രീയ പോർവിളികളോ അല്ല നമ്മുടെ നയതന്ത്രത്തെ നിശ്ചയിക്കുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിൽ കടന്നു കയറില്ല എന്നതാണ് നമ്മുടെ എക്കാലത്തെയും നയം. അതേസമയം ഇന്ത്യ വിരുദ്ധ ശക്തികളെ നിലയ്ക്ക് നിർത്താൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് എല്ലാ കാലവും സാധിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിനെ മോചനത്തിനായി ഇന്ത്യൻ സൈന്യം നേരിട്ടിറങ്ങിയത് ഇതിന് ഉദാഹരണമാണ്. കാനഡയിലെ ഖലിസ്ഥാൻവാദികളും ബംഗ്ലാദേശിലെ മതമൗലികവാദികളും ഇന്ത്യക്കെതിരെ വിഷം തുപ്പിയപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഭരണകൂടം അതിനെ നേരിട്ടത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനിൽ തീമഴ പെയ്യിപ്പിച്ചായിരുന്നു നമ്മുടെ സൈന്യം മറുപടി നൽകിയത്. അയൽ രാജ്യങ്ങളിൽ പലതും ഇന്നും അതിർത്തി കടക്കാൻ തക്കം പാർത്തിരിക്കുമ്പോഴും നമ്മുടെ സേനയുടെ കരുത്തിനെയാണ് അവർ ഭയക്കുന്നത്. ഏതൊരു ഭീകരവാദിയെയും പിടികൂടുവാനും ഇല്ലാതാക്കുവാനുമുള്ള ആർജവവും കരുത്തും നമ്മുടെ സേനകൾക്കുണ്ട്. എന്നാൽ തർക്കശാസ്ത്രം പിറന്ന കൗടില്യൻ്റെ നാട്ടിൽ വിഷയങ്ങളെ വൈകാരികമായിട്ടല്ല വിവേകപൂർവമായുള്ള അതിജീവനത്തിലൂടെയാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്. അതാണ് ചരിത്രാതീത കാലം മുതൽ മഹാഭാരതത്തിൻ്റെ ശീലം. ന്യൂസ് 10 ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.